തെലങ്കാനയിൽ ഇനി കോൺഗ്രസും ബി ജെ പിയും മാത്രം, BRS ഇല്ലേയില്ല, ചിത്രത്തിലേയില്ല. റാവുവിൻ്റെ പരാജയം എക്കാലത്തെയും വലിയ പരാജയമായി, ദുരന്തമായി അവശേഷിക്കുകയാണ്. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ കിഷൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ BJPയും വലിയ തോതിലുള്ള മുന്നേറ്റം കാഴ്ചവെച്ചു. കോൺഗ്രസിനാണ് വോട്ട് ഷെയറിൽ ഒന്നാമതെങ്കിൽ പോലും വോട്ട് ഷെയറിൽ ബഹുദൂരം പിന്നിലായ BJP സീറ്റിൻ്റെ കാര്യത്തിൽ തത്തുല്യം എന്ന രീതിയിലേക്ക് പോയിരിക്കുന്നു. 8 സീറ്റുകൾ കോൺഗ്രസും 8 സീറ്റുകൾ BJPയും എന്ന രീതിയിലാണ് തെലങ്കാനയിലെ ടാലിയെങ്കിൽ ഒരു ലോക്സഭാ സീറ്റ് അവിടെ നേടിയെടുത്തത് AIMIM ആണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, കോൺഗ്രസ് നേതൃത്വം ശക്തമായി അവിടെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകമുണ്ട്. വോട്ട് ഷെയറിൽ 20% കൂടുതൽ നേടിയെടുത്ത BRSൻ്റെ നേതാക്കളിൽ പലരും BJPയിലേക്കല്ല, പകരം കോൺഗ്രസ്സിലേക്ക് എത്തുന്നു എന്നുള്ള ശുഭ സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് വാസ്തവത്തിൽ ഗുണം ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. വരുംകാല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കോൺഗ്രസ്സിനെ ആ സംസ്ഥാനം അകമഴിഞ്ഞ് സഹായിക്കാൻ പോകുന്നത് ഇത്തരത്തിലേക്കുള്ള രാഷ്ട്രീയ നീക്കം തന്നെ ആയിരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം ശക്തമായി തന്നെ മനസ്സിലാക്കുകയാണ്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ തെലങ്കാനയുടെ രാഷ്ട്രീയ ബോധം മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. വർഷങ്ങളായി TRSനെ അഥവാ ഇപ്പോഴത്തെ ഭാരത് രാഷ്ട്ര സമിതിയെ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരുന്ന ജനങ്ങൾ TRSനെ നാറ്റിക്കുന്ന രീതിയിൽ, കെട്ടുകെട്ടിക്കുന്ന രീതിയിലാണ് അവിടെ ജനവിധി നൽകിയത്. കോൺഗ്രസ്സിന് അനുകൂലമായി ജനവിധി നൽകി എന്നുള്ളത് മാത്രമല്ല, കേവല ഭൂരിപക്ഷം നൽകിക്കൊണ്ട് വിജയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തപ്പെട്ടത്. അതിനു മുമ്പ് അദ്ദേഹം PCC അധ്യക്ഷനായിരുന്നു, അദ്ദേഹം അവിടെ നിന്നുള്ള MP കൂടിയായിരുന്നു. എന്നാൽ ഇക്കുറി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ സർവ്വ രീതിയിലുള്ള മുന്നേറ്റത്തിനും ചുക്കാൻ പിടിച്ചു. എക്സിറ്റ് പോളുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം കോൺഗ്രസ്സിന് പ്രവചിച്ചെങ്കിലും ആ ഒരു രീതിയിലേക്ക് തെലങ്കാന എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കോൺഗ്രസ്സിന് ചെറിയൊരു നിരാശ നൽകിയ കാര്യം തന്നെയാണ്. BJP ഇത്ര കണ്ട് വോട്ട് നേടിയെടുക്കും എന്ന് കോൺഗ്രസ് വിചാരിച്ചതേയില്ല. ഒരുപക്ഷെ BJPക്ക് ഇത്രയധികം വോട്ട് നേടാനുള്ള കാരണമായത് BRSൽ നിന്നും BJPയിലേക്ക് വലിയ രീതിയിൽ സന്ധി ചെയ്ത് എത്തിയ ചില നേതാക്കളുടെ സാന്നിധ്യം തന്നെയായിരുന്നു എന്ന് കൃത്യമായി തന്നെ കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ട്. തെലങ്കാനയുടെ രാഷ്ട്രീയ ചരിത്രം മാറിയെങ്കിൽ പോലും ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് എന്തുകൊണ്ട് മുന്നോട്ട് വന്നില്ല എന്നുള്ളത് സംഘടനാ രംഗത്തെ ഏറ്റവും വലിയ പാളിച്ചയായി തന്നെ കരുതുകയാണ്. കാരണം ആന്ധ്രയുടെ വിഭജനത്തിന് ശേഷം തെലങ്കാനയിൽ മാത്രമാണ് കോൺഗ്രസിന് ആധിപത്യം നിലനിർത്താൻ കഴിഞ്ഞത്. ആന്ധ്രാപ്രദേശിൽ അങ്ങനെ ഒരു രീതി കഴിഞ്ഞില്ല. 135 സീറ്റുമായി TDP അധികാരത്തിലേക്ക് വരുമ്പോൾ 21 സീറ്റും വിജയിച്ചാണ് പവൻ കല്യാണം അവിടെ കരുത്ത് കാട്ടിയത്. എന്നാൽ കോൺഗ്രസ്സിന്, പ്രത്യേകിച്ച് ശർമ്മിളയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വലിയ രീതിയിലുള്ള നഷ്ടബോധമുണ്ട്. കാരണം അവർ കടപ്പ ലോക്സഭാ സീറ്റിൽ അതിദയനീയമായാണ് പരാജയപ്പെട്ടത്. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളെ കൃത്യമായി തന്നെ കണക്കാക്കണം, കാണണം എന്ന് തന്നെയാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ശക്തമായ ഒരു തീരുമാനമെടുക്കുന്നതിൻ്റെ കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്.